ഹലോ ഗായ്സ്, നമ്മളെ വണ്ടി സ്റ്റാർട്ടാവണില്ല. നമ്മൾ സാധാരണ സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്ത് നോക്കി, സ്റ്റാർട്ടാവണില്ല. ബ്രേക്കൊക്കെ തട്ടിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് റെഡി ആവണില്ല. നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി വെക്കാം, എന്താ അതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കാം. സ്റ്റാർട്ടിങ് റെഡി ആവണില്ല. ഞാൻ രാവിലെ ഒന്ന് അപ്ഡേഷൻ കണ്ടീന്, അപ്ഡേറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. സ്റ്റാർട്ട് ആക്കി നോക്കിയിട്ട് സ്റ്റാർട്ടാവണില്ല. ഏതായാലും നമുക്ക് ഷോറൂമിലേക്ക് പോയി നോക്കാം. ഷോറൂമിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നത് നമ്മളിങ്ങനെയാണ്. നമ്മളെ സുഹൃത്തിനെ വെച്ചാണ്ട് കൊണ്ടുപോകണം വണ്ടി. അപ്പോൾ ഈ വണ്ടി കംപ്ലൈൻറ്റ്, ഇതും സ്റ്റാർട്ടാവണില്ല തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഈ ബ്രേക്ക് ഒട്ടേണ്ടിരുന്നു തോന്നുന്നുണ്ട്. ഇട്ട് സെറ്റായി പോകാൻ നിൽക്കുകയാണ് എൻ്റെ വണ്ടി. നമുക്ക് ക്യാമറന്റെ മുമ്പ് കയറാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ ഈ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ വണ്ടി ഈ ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ ക്യാമറ കയ്യിലുണ്ടായതുകൊണ്ട് അപ്പോൾ നമ്മൾ പോവാണ് ഗായ്സ്. ഇങ്ങനെ നമ്മൾ ചവിട്ടി പോകണ വണ്ടി. നമ്മളെ വീട് ഇവിടെ വരുന്നത് മഞ്ചേരിയാണ്. മഞ്ചേരി പുല്ലാരം സ്ഥലത്ത്. നമുക്ക് മലപ്പുറം ഷോറൂമിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചവിട്ടി പോകണം. എന്നാ പോലെ ഏതൊരു ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏതായാലും നമുക്കും കിട്ടിയൊരു പണി അറിയില്ല. സാധാരണ ഓലയാണ് ഇങ്ങനെയൊക്കെ പണികൾ കൊടുക്കാറ്. ഇവൻ്റെ അടുത്തുണ്ട് ഓല. ഇപ്പോൾ ഓല കൊണ്ടെടുക്കുന്ന ആളാണ്. ഓൻ്റെ ഓല 2 മാസമായിട്ട് ഷോറൂമിലാണ്. ഏതൊരു ഇപ്പോൾ ഞാനും ഷോറൂമിൽ കൊണ്ടുപോകണം. എന്തൊരു വിധി. ഇപ്പോൾ കാശ് നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മീറ്ററൊന്നും വർക്കിംഗ് അല്ല. അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. വണ്ടി ഇങ്ങനെ സ്റ്റോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വോയിസിന്റെ ഷോറൂം എത്തി. വോയിസ് അവിടെ സർവീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. എന്തല്ലേ സർവീസ് തുടങ്ങി? അപ്പോൾ ഇവിടെ എല്ലാ വർക്ക് കൊടുക്കുമോ? ഇവിടെ ഇപ്പോൾ എല്ലാ വർക്ക് കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞു ഷോറൂമിൽ. അപ്പോൾ നമ്മളെ ഏതാണ്ട് ഷോറൂം കുറച്ചുകൂടി മുമ്പിലാണ്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഹെൽമെറ്റ് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആയാലേ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കണേക്കാരം നന്നാവാം. എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് ഇനി വണ്ടിൻ്റെ കുറേ കാര്യങ്ങൾ ഇനിയും ഈ വണ്ടിൻ്റെ ആൾക്കാർ ഇനി പഠിക്കാനുണ്ട്. നമ്മളിത് കുറച്ചുകൂടി മുമ്പിൽ പോയാൽ റൈറ്റ് സൈഡിലാണ് നമ്മളെ ഏതാണ്ട് ഷോറൂം വർക്കുന്നത്. ഏതായാലും പോയി നോക്കാം. ഒന്നും അറിയില്ല, ഒന്ന് കിട്ടുമോ, അത്യാവശ്യം കുറിച്ചോ എന്നൊക്കെ അറിയില്ല. ഏതായാലും പോയി നോക്കാം. രാവിലെ അപ്ഡേഷൻ കാണിച്ചു. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആവണില്ല. അപ്ഡേഷൻ കഴിഞ്ഞു, സ്റ്റാർട്ടിങ് വരുന്നില്ല. ഇന്നലെ ഒന്നും ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. അപ്ഡേഷൻ വന്നതിൻ്റെ ശേഷം എങ്ങനെയാണ്? എന്താവല്ലോ പ്രശ്നം? നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. നമ്മളെ വണ്ടി സർവീസിന് ഇട്ടിട്ടുണ്ട്. വണ്ടി ഇന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നാളെ നോക്കട്ടെ പറഞ്ഞു. നാളെ റെഡി ആയാൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയാണ് കഥ. വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ചയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവർ വ്യാഴാഴ്ച ഏതായാലും നന്നാക്കി തരൂലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർ പേയ്മെൻ്റൊക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ശനിയാഴ്ച പോകാനും പറ്റിയില്ല. ഞായറാഴ്ചയാണ് നമ്മൾ പോയത്. ഞായറാഴ്ച നമ്മളെ പയ്യന്മാരെ പറഞ്ഞയച്ചൊക്കെയാണ്, നമ്മളെ കൂട്ടുകാരന്മാരെ പറഞ്ഞയച്ചു. എന്താ വണ്ടി ഇപ്പോൾ റെഡിയാണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ്.
സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പറഞ്ഞു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ഓക്കെയാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെയാണ്, റെഡിയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.